രാധികയെയും സുരേഷ് ഗോപിയെയും എപ്പോൾ കണ്ടാലും ഒരുതരം സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക്. കാരണം അത്രത്തോളം മാതൃകയാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ദാമ്പത്യ ജീവിതമാണ് ഇവരുടേത്. എന്തൊരു ഐശ്വര്യമാണ് രാധികയ്ക്കെന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. ഏറ്റവും ഒടുവിൽ പാലായിലെ പള്ളിയിൽ ഒരുമിച്ചെത്തിയതാണ് സുരേഷ് ഗോപിയും രാധികയും. തലനിറയെ മുല്ലപ്പൂ ചൂടി നെറുകയിൽ സിന്ദൂരം ചാർത്തി പട്ടുസാരി അണിഞ്ഞെത്തിയ രാധികയെക്കുറിച്ചാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ സംസാരമെല്ലാം. ഒരിക്കൽ നടി പാർവതിയുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ഇടയിലാണ് തൻ്റെ ഭാര്യാസങ്കല്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി വാചാലനായത്. എണ്ണ തേച്ച് കുളിക്കുന്ന, മേക്കപ്പ് ഇടാത്ത, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്ത, ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത, വലിയ ഒരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത, അതിനോടൊരു ക്രൈസും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടി ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും. നേരെ മറിച്ച് സാരിയൊക്കെ ഉടുത്ത് എന്നും എണ്ണ തേച്ച് കുളിച്ച് തുളസിക്കതിറൊക്കെ ചൂടി സീതയെപ്പോലെ പതിവ്രത ആയ ഒരു പെൺകുട്ടിയായിരിക്കണം എൻ്റെ ഭാര്യ എന്നാണ് വിവാഹ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പെണ്ണിനെ തന്നെയാണ് കിട്ടിയതും. എന്നാൽ വൈറൽ വീഡിയോയിൽ നിറയുന്ന കമൻറ്റുകൾ മുഴുവൻ 54 വയസ്സോളമുണ്ട് രാധികയ്ക്ക്. നടി മാലാ പാർവതിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ രാധികയ്ക്ക് പക്ഷേ ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അടുത്തിടയ്ക്ക് ഈ കഥയും രാധിക പറഞ്ഞിരുന്നു. ഡിഗ്രി എക്സാം എഴുതാൻ സാധിച്ചില്ല. വിവാഹം കഴിഞ്ഞ പാടെ ഗർഭിണിയായി. അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ചു. അങ്ങനെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും ഇപ്പോഴും സംഗീത പഠനം തുടരുന്നുണ്ടെന്നുമാണ് രാധിക പറഞ്ഞത്. ഏകദേശം 12 വയസ്സ് വ്യത്യാസമുണ്ട് സുരേഷ് ഗോപിയും രാധികയും തമ്മിൽ. അദ്ദേഹത്തിൻ്റെ ബാക്ക് ബോൺ ആരെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഭാര്യയെന്ന് അഭിമാനത്തോടെ പറയാനും അദ്ദേഹം മടിക്കാറില്ല. ഭാഗ്യ, ഭാവനി, ഗോകുൽ, മാധവ് എന്നിങ്ങനെ 4 മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും ഇപ്പോൾ. നല്ലൊരു ഗായികയായി പേരെടുക്കേണ്ടിയിരുന്ന രാധിക സ്വന്തം ഇഷ്ടത്തിനാണ് അതുപേക്ഷിച്ച് മക്കൾക്കും കുടുംബത്തിനും മുൻതൂക്കം നൽകിയതെന്ന് സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ മക്കളും മാധ്യമങ്ങളോട് പറയുന്നത്.